ഇവിടെ ഈ ഒരു പെണ്ണാണെങ്കിൽ ടൈപ്പ് റൈറ്ററിന്റെ ജോലിക്ക് വേണ്ടി പോവുകയാണ്. അവളുടെ ടൈപ്പ് ചെയ്യുന്ന സ്പീഡ് കണ്ട് അവളുടെ ബോസ് ആണെങ്കിൽ അവളെയും ജോലിക്ക് എടുക്കുന്നു. അവളുടെ ബോസ് ആണെങ്കിൽ അവളുടെ ടൈപ്പ് ചെയ്യാനുള്ള സ്കില്ല് കണ്ട് അവളെയും കൊണ്ട് ഒരു ടൈപ്പ് റൈറ്റിംഗ് കോമ്പറ്റീഷന് പോവുകയാണ്. അവൾ ആദ്യമായി ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത് കൊണ്ട് അവൾക്ക് അവിടുത്തെ നിയമങ്ങൾ ഒന്നും തന്നെ അറിയുന്നുണ്ടാവുകയില്ല. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങിയപ്പോൾ മറ്റെല്ലാവരും അവരുടെ എല്ലാ വിരലും വെച്ച് ടൈപ്പ് ചെയ്യുന്നു. അവൾ മാത്രം അവളുടെ 2 വിരലുകൾ മാത്രം ഉപയോഗിച്ചാണ് ടൈപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ബാക്കിയുള്ളവരുടെ അത്രയും വേഗത്തിൽ അവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ കോമ്പറ്റീഷനിൽ തോറ്റുപോകുന്നു. അവൾ തോറ്റുപോയതും ബോസ് ആണെങ്കിൽ അവളെ ഒരുപാട് ചീത്ത പറഞ്ഞു കാറിൽ നിന്നും ഇറക്കി വിടുന്നു. പക്ഷെ അവളുടെ സങ്കടം കണ്ട് ബോസ് അവളെ ബോസിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നു. അതിനുവേണ്ടി ബോസ് ആണെങ്കിൽ ഓരോ ലെറ്ററിനും ഓരോ കളർ കൊടുക്കുന്നു. എന്നിട്ട് അവളുടെ ഓരോ വിരലിനും ആ കളർ കൊടുത്ത് ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ വേഗത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ പഠിച്ചെടുക്കുന്നു. അങ്ങനെ ബോസ് അവളെ വീണ്ടും കോമ്പറ്റീഷന് കൊണ്ടുപോകുന്നു. ഇത്തവണ അവൾ തന്നെ അതിൽ ജയിക്കുകയാണ്. അവളുടെ പേരൊക്കെ ന്യൂസിലൊക്കെ വരാൻ തുടങ്ങുന്നു. അങ്ങനെ ബോസ് ആണെങ്കിൽ ഒരു ദിവസം അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് വേറെ ഒരുത്തൻ വന്ന് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി എന്ത് സംഭവിച്ചെന്നറിയാൻ പാർട്ട് 2 കാണൂ. പാർട്ട് 2നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.